നമസ്കാരം. 2025 രാഹു-കേതു മാറ്റം ഇടവം രാശി അഥവാ ഇടവം ലഗ്നത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. കേതു നിങ്ങളുടെ 4-ാം ഭാവത്തിലൂടെയും രാഹു നിങ്ങളുടെ 10-ാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. 4-ാം ഭാവം എന്നത് നിങ്ങളുടെ കുടുംബസ്ഥാനമാണ്. നിങ്ങളുടെ റൂട്ട്സ്, ട്രഡീഷൻ ഇവയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാവമാണ്. 10-ാം ഭാവം എന്നത് നിങ്ങളുടെ കരിയർ, നെയിം, ഫെയിം എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാഹു നിങ്ങളുടെ 10-ലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ പ്രൊമോഷൻസ്, ഫെയിം, റെക്കഗ്നിഷൻ, അതല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ടോട്ടലി കരിയറിൽ ഒരു ഷിഫ്റ്റ് വരുന്നതായിട്ട് കാണാം. ഇവർക്ക് വിദേശത്തേക്ക് ജോലി കിട്ടാനും, പ്രത്യേകിച്ചും ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശത്തേക്ക് ജോലി കിട്ടാനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിദേശത്ത് നിന്ന് വരാനൊക്കെയുള്ള ചാൻസ് ഉള്ള ഒരു ടൈമാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വന്ന് ചേരാനുള്ള ചാൻസും ഉണ്ട്. പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക, അതൊക്കെ ഈ ഒരു ട്രാൻസിറ്റിൻ്റെ പോസിറ്റീവ് എഫക്ട്സ് ആണ്. ഓൺ ദ അതർ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേതു നിങ്ങളുടെ 4-ാം ഭാവത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുടുംബസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് മനസ്വസ്ഥത കുറയുന്ന ഒരു ടൈമായിരിക്കും ഇത്. കഴിവതും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കുക. പ്രത്യേകിച്ചും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഈ 1.5 വർഷത്തേക്ക് ഒന്ന് സൂക്ഷിച്ച്, അതായത് പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും വരാണ്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങളുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ കഴിവതും പോവുക, വേണ്ട രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ ക്രിസ്ത്യൻസ് ഓർ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടവക പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, കുറച്ച് സമയം അവിടെ ഇരുന്ന് ടൈം ചിലവാക്കുക, എന്നുവെച്ചാൽ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നിങ്ങളുടെ റൂട്ട്സ് ആൻഡ് ട്രഡീഷൻസുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ നോക്കുക. കാരണം ഫാമിലി സ്പേസിലോട്ട് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആവാൻ ഉള്ള ചാൻസസ് ഏറെയുള്ള ഒരു ട്രാൻസിറ്റാണിത്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കുടുംബത്തിൽ എനിക്ക് അതിനൊരു വില കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരാം. ഈ ഒരു 1.5 വർഷക്കാലം ഫാമിലി മെമ്പേഴ്സുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസിറ്റിൽ കുടുംബത്തോട്ട് അനാവശ്യമായി ധനം ചിലവഴിക്കാതെയും സൂക്ഷിക്കുക. പ്രത്യേകിച്ചും വീട്ടിലെ ഇൻറ്റീരിയേഴ്സിനായിട്ട് അല്ലെങ്കിൽ മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ മേടിക്കുന്നതിലോട്ട് ഒന്നും അധികം പൈസ ചിലവാക്കാതെ ശ്രദ്ധിക്കുക. പുതിയ വാഹനങ്ങളൊക്കെ മേടിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ടൈമാണിത്. മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആകുന്ന ഒരു ടൈമും കൂടിയാണ്. ഇതാണ് മെയിൻ ഈ ട്രാൻസിറ്റിൽ പറയാനുള്ളത്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. മാക്സിമം ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുക.